ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഈ നെല്ലിക്കയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഈ നെല്ലിക്കയുടെ കുരു ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഈ നെല്ലിക്കയുടെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. കൂടെ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 കപ്പിന് 1 കപ്പ് ശർക്കരപ്പൊടി കൂടെ നമ്മൾ അരച്ച് മാറ്റി വെച്ച നെല്ലിക്ക മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാൻ. ഈ നെല്ലിക്കയുടെ വെള്ളം മുഴുവനായിട്ടും നമുക്കിതുപോലെ ഒന്ന് വറ്റി കിട്ടണം. ഇതിപ്പം ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് നെല്ലിക്കയുടെ വെള്ളമെല്ലാം നമുക്ക് നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്തെടുത്ത വെളുത്ത എള്ളും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇത് ദിവസവും കുറേശ്ശെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. നെല്ലിക്ക നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.